ഞങ്ങൾ ഇവിടെ പരിപാടി വെച്ചാൽ ഇങ്ങനത്തെ മെനു കാർഡ് മൊത്തം മറച്ചോക്കിട്ടേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ മെനു കാർഡ് പഠിത്തം കഴിഞ്ഞപ്പോൾ വേഗം ഓർഡർ. അതിന്റെ ഇതാ ഈ പെണ്ണിന് ഫലൂദയിൽ സേമിയ എടുത്താണ്ട് പിന്നെയും വിളിച്ചെത്തിയ ചെക്കനെ. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും തോന്നും. ഓരോരുത്തർ പിന്നെ വർക്കിന് കയറാൻ വേണ്ടിയിട്ട് അലാറൊക്കെ വെച്ച് പെരുന്നതിനെ പോകും. പിന്നെ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി. പിന്നെ അവിടെ പോയാലും ഫോട്ടോ മസ്റ്റ് ആണല്ലോ. അപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതാണ് രമേശിന്റെ കടയിൽ നിന്ന് വാങ്ങിയ സാധനം. മനസ്സിലായില്ല? പറഞ്ഞുതരാം. അതായത് രമണ വന്നപ്പോ മുതൽ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മാച്ചിങ് ഇട്ടിനി കളിയാക്കി ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിലാണ് പാന്റ് പോലും നല്ല വൃത്തിക്ക് മാച്ച് ആയിക്കണം ഞങ്ങൾ അറിഞ്ഞത്. എന്താ ചെയ്യുക? ഇതൊക്കെയാണ് മനപ്പുറത്തും എന്ന് പറയുന്നത്. ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ചധികം സമയം പോയതുകൊണ്ട് തന്നെ ഉൾക്ക് കയറാൻ സമയം 4 മണിക്കൂർ ഡ്യൂട്ടി കയറി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേ 3:50. പിന്നെ വേഗം എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് എത്തിച്ച്. അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം. യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വീട്ടിൽ പോണതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് സാധനം വാങ്ങണ്ടേനെ. അത് വാങ്ങാൻ വന്നപ്പോഴാണ് പരിചയമുള്ളൊരു പെണ്ണ് ദാണ്ട് പോണ അവിടെ. വീണ്ടും നിങ്ങളോ? കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒരു കേറി വരുന്നു. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മേക്കൾക്ക്. ഞങ്ങൾ ആരെങ്കിലും കണ്ടാ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അതുകൊണ്ട് പിന്നെ ആരാ എന്താന്നുള്ള നിരീക്ഷണത്തിലാണ് മൂപ്പര്. പിന്നെ പോരാളി ഉണ്ടാക്കി ഫുഡ് വേസ്റ്റ് ആക്കിയ നല്ല പടട്ടും. അതുകൊണ്ട് വേഗം അതും കഴിച്ച് സുഖമായിട്ട് കടന്നു തുടങ്ങി. അതിൽ ചെറിയൊരു തിരുത്തം. കാരണം അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ നടന്നിങ്ങനെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ ഇതില് ഉൾപ്പെടുത്തിയാല് അത് പിന്നെ ലോങ് ആവും. ഇപ്പൊ തന്നെ നല്ല ലോങ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ.